സുഹൃതത്തെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മിക്കുമ്പോൾ തീർച്ചയായും രവിശങ്കർ, അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. ഭാര്യ മാലിനി, അതെ, ബാല്യകാല സഖി ദുർഗ. ഇങ്ങനെ 2-3 കഥാപാത്രങ്ങളെ നരേന്ദ്രപ്രസാദ് പ്രതിനിധാനം ചെയ്ത ഡോക്ടർ, ഈ കഥാപാത്രങ്ങളൊക്കെ മനസ്സിലിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ആ ഓർമ്മകളുടെ പ്രതലത്തിൽ ഒരു നിരൂപണം നടത്തിയാൽ ഇങ്ങനെ പറയാമോ എന്ന് ഞാൻ അന്വേഷിക്കുകയാണ്. അതായത്, സാധാരണ മികച്ച 1-2 കഥാപാത്രങ്ങൾ ഒരു സിനിമയുടെ ആത്യന്തിക അനുഭൂതിയായി കാഴ്ചക്കാരിൽ തങ്ങി നിൽക്കും. അങ്ങനെയാണ് വിജയിച്ച മിക്ക സിനിമകളിലെയും പ്രധാന കഥാപാത്രങ്ങളുടെ കാര്യം. എന്നാൽ ഒരേ മേന്മയുള്ള നിരവധി കഥാപാത്രങ്ങളുടെ സമന്വയത്തിലൂടെ കഥാതലത്തിൻ്റെ ജീവിതഭാവം ഏറ്റവും കൂടുതൽ പൊലിമയോടുകൂടി നിൽക്കുന്നതാണ് സുഹൃതത്തിലെ ടോട്ടാലിറ്റി ആത്യന്തിക അനുഭവം എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര ശില്പി എന്ന നിലയിൽ ഇതേക്കുറിച്ച് അങ്ങയുടെ പ്രതികരണം അറിയാൻ കൗതുകമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സുഹൃതത്തിൻ്റെ പൂർണ്ണമായും തിരക്കഥ, ഞങ്ങളതിൻ്റെ ഒരു പല ഘട്ടങ്ങളിലും ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്തിരുന്നെങ്കിലും പൂർണ്ണമായി തിരക്കഥ അദ്ദേഹം 4 പ്രാവശ്യം മാറ്റി തിരുത്തി എഴുതി. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഇതായിരിക്കാം. ഇതിന് ശേഷമാണ് പൂർണ്ണ തിരക്കഥ എൻ്റെ കയ്യിൽ തരുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ചർച്ചയുടെ പല ഘട്ടങ്ങളിലും ഇതിൻ്റെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഭയമാണ് തോന്നിയത്. ഇതിൻ്റെ ഒരു ചിത്രീകരണം, വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഈ മനുഷ്യ മനസ്സിൻ്റെ സംഘർഷമാണ് ആ സിനിമ എന്ന് പറയുന്നത്. വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. ഈ മനുഷ്യ മനസ്സിൻ്റെ സംഘർഷം നമുക്കൊരു നോവലിലൂടെ അതിമനോഹരമായിട്ട് എഴുതി ഫലിപ്പിക്കാൻ കഴിയും. നല്ല ഒരു പക്ഷേ സിനിമയിൽ അത് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. മാത്രമല്ല അതിലന്ന് ഏതാണ്ട് ഒരു 30-ൽ പരം സീനുകൾ ഒരേ മുറിയിൽ ഒരേ ബെഡിൽ കിടന്നുകൊണ്ടുള്ളതാണ് തിരക്കഥയിൽ. ഇത് നമ്മുടെ ഏത് രീതിയിൽ എങ്ങോട്ട് ക്യാമറ മാറ്റി വെച്ചാലും ഇത് ആവർത്തന വിരസത ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇതില്ലാതെ എങ്ങനെ എടുക്കാം എന്നുള്ളത് ഒരു 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 ഭയപ്പാടോടുകൂടി ഞാൻ അതിൽ ആണത് നോക്കിക്കണ്ടത്. പിന്നെ അതൊരു വെല്ലുവിളിയായിട്ട് ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ പലരും പറയാറുണ്ട്, ഈ MD വാസുദേവൻ നായർ തിരക്കഥ സിനിമയാക്കാൻ ഒരു സംവിധായകന് വളരെ എളുപ്പമാണെന്ന്. തിരിച്ചാണുള്ളത്. അത് നമ്മൾ ഈ തിരക്കഥ വായിക്കുമ്പം അതിൻ്റെ ഒരു ലിറ്റററി സുഖം നോക്കിയിട്ടായിരിക്കും പലരും പറയും. മാത്രമല്ല അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പം ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവനയിൽ നിന്നായിരിക്കും ഇത് എളുപ്പമാണല്ലോ എന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഈ വരികൾക്കിടയിലെ അർത്ഥതലങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുത്തിനും കോമയ്ക്കും പോലും ഒരു പ്രത്യേക വ്യാഖ്യാനം ഉണ്ടാവും. അത് വിഷ്വലൈസ് ചെയ്യുക എന്നോ, ഈ കോമ എങ്ങനെ വിഷ്വലൈസ് ചെയ്യും, ഈ കുത്ത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കഥാപാത്രം പറയുന്ന ഒരു വാചകത്തിൻ്റെ അന്തർധാര എങ്ങനെ വിഷ്വലൈസ് ചെയ്യും, എനിക്കെന്നല്ല ഏതൊരു ചലച്ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനും ഒരു വെല്ലുവിളി തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ സിനിമയുടെ. അപ്പം ചിത്രീകരണ സമയത്തൊന്നും എനിക്ക് എൻ്റെ ഭയപ്പാടോ ശങ്കടോ ഒന്നുമില്ല. അത് അങ്ങനെ ഒരു ചിന്തയില്ല. അദ്ദേഹം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവിടെ സന്ദർശിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ രസകരമായ ഒരു അനുഭവം പറഞ്ഞാൽ അതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം സെറ്റിൽ വരുന്നത്. വന്നൊരു 2 ദിവസമൊക്കെ നിന്നിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല. അപ്പം മമ്മൂട്ടി എന്നോട് പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, എന്താ നമ്മുടെ ഗുരുവിനെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാധാരണ അദ്ദേഹം സെറ്റുകളിലൊക്കെ അത് കാരണം MD സാറിൻ്റെ ഒരുപാട് തിരക്കഥകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് മമ്മൂട്ടി. ഞാൻ ആദ്യമാണ്. അപ്പം സാധാരണ അദ്ദേഹം ഇതുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു, എന്താ വരാത്തത്, അടുത്തുമാണ്, ഞങ്ങൾ ഒറ്റപ്പാലവും കോഴിക്കോടും ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ ചോദിക്കാറുണ്ട്. മമ്മൂട്ടി പറഞ്ഞ് 2 കാര്യങ്ങളായിരിക്കും വരാതിരിക്കുന്നത്. ഒന്ന്, ഇവിടെ ആദ്യം വന്ന് എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മനസ്സിലാക്കി ഇത് പോക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹം തീരുമാനിച്ച് ഇത് എൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിലും ഹരികുമാർ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഏതായിരിക്കും, എനിക്കൊരു സീരിയസ് ആയിട്ട് മമ്മൂട്ടി ഇത് ഏതാണ് എന്ന് ഞാൻ വളരെ ഉത്കണ്ഠയോടുകയും രണ്ടാമത് പറഞ്ഞാടോ അദ്ദേഹത്തിന് ഇത് കുഴപ്പമില്ല, തൃപ്തിയായിട്ടുണ്ട്, അത് സംസാരത്തിൽ നിന്നും ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയാം. അത് നമുക്ക് കൂടുതൽ പ്രചോദനമാണ്.
കൂടുതൽ ഭയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് വരുമായിരുന്നില്ല. കാരണം നമ്മൾ തിരക്കഥയുടെയൊക്കെ ഒരു കുലപതി എന്ന് പറയുകയും നമ്മുടെയൊക്കെ എൻ്റെയും എനിക്ക് ശേഷവും അതിന് മുമ്പുള്ള തലമുറകൾ അന്ധമായ ആരാധനയോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് എം.ടി. സാറ്, അല്ലേ? മോനേട്ടനൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടമായാലും അതിന് ശേഷമുള്ളതും അതിന് മുമ്പുള്ളതുമൊക്കെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുക എന്ന് പറയുമ്പം ഉണ്ടാകുന്ന ഒരു അനുഭവം, അതിൻ്റെ റിസൾട്ട് ഏറ്റവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു പ്രതികരണമാണ് എനിക്ക് പ്രേക്ഷകരിൽ നിന്നും മറ്റും കിട്ടിയത്. മറ്റൊരു കാര്യം, സുഹൃതത്തിൻ്റെ കഥാതലത്തെക്കുറിച്ചും അത് ഒരു ചലച്ചിത്ര ശില്പമായി വളരെ വിജയകരമായി നിർവഹിച്ചതിൻ്റെ ആ അനുഭവത്തെക്കുറിച്ചും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ, സുഹൃതത്തിൽ നായകനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം രവിശങ്കർ. എന്നാൽ ആരാണ് വില്ലൻ എന്നുള്ളൊരു ചോദ്യം സാധാരണ രീതിയിൽ സാങ്കേതിക പൂർണ്ണതയോടുകൂടി ചലച്ചിത്രത്തെ ഒരു ഗണിതശാസ്ത്ര നിബദ്ധമായ ഒരു ചിന്തയോടുകൂടി എന്നാൽ നായകൻ ഇതെങ്കിൽ വില്ലനാര് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ ചോദ്യം ആ സുഹൃതം കണ്ട ഓർമ്മയിൽ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഉത്തരം, അല്ലെങ്കിൽ ഞാൻ സ്വയം എൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ഉത്തരം, ഇതിലെ വില്ലൻ മനുഷ്യൻ്റെ ചിന്തയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന് പറ്റിയ ഒരു രോഗമാണല്ലോ ആ രക്താർബുദം. നായകന് ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നു അപ്രതീക്ഷിതമായ രീതിയിൽ തന്നെ, ഒരിക്കലും ആലോചിക്കാത്ത രീതിയിൽ തന്നെ. അപ്പോൾ മനുഷ്യ ശരീരത്തിനേറ്റ രോഗം ചികിത്സിച്ചു മാറുന്നു, മനുഷ്യ മനസ്സിനേൽക്കുന്ന രോഗങ്ങളും ചികിത്സിച്ച് മാറ്റാം, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്താം എന്നുള്ളതിൻ്റെ കാവ്യഭാസുരമായ അനുഭവതലം അങ്ങ് സദ്ഗമയിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷേ മനുഷ്യ ചിന്ത തന്നെ രോഗഗ്രസ്തമാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ വില്ലൻ, പ്രതിനായക ധർമ്മം എന്നുള്ള ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഈ ശില്പി ഇതിനോട് പ്രതികരിക്കും? തീർച്ചയായിട്ടും ചിന്തയും അല്ല, ജീവിതം തന്നെയാണ് അതിലെ ഏറ്റവും വലിയ വില്ലൻ, ഇല്ലേ? നമ്മൾ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുടെ ഒരു ദുരന്തമാണ് ആ ജീവിതം. മരണത്തിനെ പോലും അതിജീവിക്കാൻ കഴിയാത്തവണ്ണം ആ ജീവിതത്തിൻ്റെ ദുരന്തത്തിലേക്ക് പോവുകയാണ് അയാൾ, ഇല്ലേ? ഒരു മരണം ജീവിതം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ജീവിച്ച് തീർക്കുകയാണ്. അതിനപ്പുറം മരണം എന്ന് പറയുന്നത് ഈ കാണുകയാണ്, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മരണം. ഈ സുഹൃത്തിലെ രവിശങ്കറെ പോലെ തൊട്ടടുത്ത് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും അയാളുടെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ അയാൾക്ക് ശേഷമുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെയാണ് അയാൾ ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കരുക്കളാണ് നിൽക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വില്ലന്മാരില്ല, പക്ഷെ എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് വില്ലന്മാർ. അത് പല രൂപത്തിലായിരിക്കും. മോനേട്ടൻ പറഞ്ഞ ചിന്തയുടെ രൂപത്തിലായിരിക്കാം, പ്രവൃത്തിയുടെ രൂപത്തിലായിരിക്കാം, ജീവിതത്തിൻ്റെ രൂപത്തിലായിരിക്കും. അതുതന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ ഒരു സംഘർഷം ഉണ്ടല്ലോ. അത് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഡോസ്റ്റോവസ്കിയാണ്. ഞാനത് എൻ്റെ കൗമാരകാലങ്ങളിൽ ഡോസ്റ്റോവസ്കിയുടെ കൃതികളുടെ മലയാള പരിഭാഷ വായിച്ചു തുടങ്ങി. ചെറുപ്പകാലത്തെ കഥകളും എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിട്ടുണ്ട്, അതിലേക്ക് വരാം. അപ്പോൾ ആ ഡോസ്റ്റോവസ്കി, ഇപ്പോഴും എനിക്ക് ഡോസ്റ്റോവസ്കി എന്ന് പറയുന്ന എഴുത്തുകാരനോട് വളരെ ആരാധനയും അദ്ദേഹത്തിൻ്റെ കൃതികളോട് വളരെ 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 ഞാൻ ആവർത്തിച്ച് വായിക്കുന്ന കൃതികളാണ് അദ്ദേഹത്തിന്. അപ്പോൾ അതിലുള്ള എന്നെ ആകർഷിച്ചിട്ടുള്ള മനുഷ്യ മനസ്സിൻ്റെ സംഘർഷങ്ങൾ തന്നെയാണ്, ഇല്ലേ? മനസ്സിനായിട്ട് അമ്മാനം ആടുകയാണ്. ഇത് സിനിമയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ശ്രമത്തിലൂടെയാണ് ഞാൻ ഈ സുഹൃത്തിൽ ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നോവലിൽ ഡോസ്റ്റോവസ്കിയെ ഞാനത് താരതമ്യപ്പെടാതെ എന്നെ ആകർഷിച്ച ആ ഒരു ശൈലി, നോവലിലെ ആ ശൈലി സിനിമയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഇത് ഒരു നിർണായക ഘട്ടമാണ് ഇപ്പോൾ ഈ സംസാരത്തിൻ്റെ. അതായത് അങ്ങ് സംവിധാന കലയുടെ അല്ലെങ്കിൽ സംവിധാന ധർമ്മത്തിൻ്റെ ഒരു സാകല്യ തലത്തെക്കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ഒരു സഫല തലത്തെക്കുറിച്ച്. സംവിധാനം എന്നുള്ളത് ഒരു സാങ്കേതിക പ്രവർത്തനമാണ് എന്നുള്ള രീതിയിലാണ് ഒരുപക്ഷെ സംവിധായകന്മാർ സാങ്കേതിക സംഘടനയിലെ അംഗങ്ങളാകുന്നത്. അങ്ങനെയാണ് ഒരുപക്ഷെ ഇങ്ങനെയൊരു ചിന്ത അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണത്. യഥാർത്ഥത്തിൽ സാങ്കേതികതയിൽ നിന്നും എത്രയോ അകലെ, അഗാധതയിലും
ഉപരിതലത്തിലും ഒരേ സമയം സഞ്ചരിക്കുന്ന ഒരു കലാധർമ്മം തന്നെയാണ് ഒരുപക്ഷെ ചലച്ചിത്ര പ്രവർത്തന മേഖലയിലെ ഏറ്റവും ഉദാത്തമായ കലാഘടകം സംവിധാനമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ സംവിധാനത്തിലെ കലയും സാങ്കേതികത്വവും തമ്മിൽ ശ്രീ ഹരികുമാർ എങ്ങനെയാണ് സമന്വയം ചെയ്യുന്നത്? ഈ മറ്റ് ഏത് കലകളിൽ നിന്നും സിനിമയെ വേർതിരിക്കുന്ന അതിൻ്റെ സാങ്കേതിക സഹകരണവും സാങ്കേതിക സഹായവും തന്നെയാണ്. നമുക്കൊരു കഥ എഴുതുമ്പോഴോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളമല്ലോ വളരെ കുറച്ച് ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഒരു കവിത എഴുതുമ്പോഴോ ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോഴോ നിന്നും ഇതിനെ വേർതിരിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും അതിൻ്റെ സാങ്കേതിക ഘടകങ്ങൾ തന്നെയാണ്. സാങ്കേതിക സഹായം ഉണ്ടെങ്കിൽ മാത്രമേ, സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഈ ഒരു സിനിമ നമുക്ക് തീർച്ചയായിട്ടും പൂർത്തീകരിക്കാൻ പറ്റും, സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പം തീർച്ചയായിട്ടും അത് സമന്വയിപ്പിക്കുക. അതിൻ്റെ ഒരു സംവിധായകനെന്ന് പറയുന്നത് തീർച്ചയായിട്ടും കലാകാരനുമായിരിക്കണം, ഈ സാങ്കേതിക ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവുള്ളവനുമായിരിക്കണം. നമ്മുടെ പലപ്പോഴും ഇവിടെ സിനിമയിൽ പറഞ്ഞു കേൾക്കാറുള്ള ചില സംവിധായകരെക്കുറിച്ച് പറയാറുണ്ട്, അയാൾ നല്ല ടെക്നീഷ്യനാണെന്ന് പറയാറുണ്ട്. 100% തെറ്റാണ്. ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ നല്ല കലാകാരനല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അയാൾ സാങ്കേതികപരമായിട്ട് അയാളെ സിനിമകൾ ചിലപ്പോൾ മികച്ചു നിന്നിരിക്കാം. ചില ടെക്നിക്കലായിട്ടൊക്കെ ഒരു നല്ല ഫോട്ടോഗ്രാഫി അതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് പറയാറുണ്ട്. ഞങ്ങളെ സിനിമയിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈ അയാൾ നല്ല ടെക്നീഷ്യനാണെന്ന്. സംവിധായകനെക്കുറിച്ചാണ് പറയുന്നത് നല്ല ടെക്നീഷ്യൻ. അത് അദ്ദേഹത്തെ ആ സംവിധായകൻ്റെ ഒരു മൈനസായിട്ടാണ് നമ്മൾ കാണേണ്ടത്. കാരണം അയാൾ നല്ല സാങ്കേതിക ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളായിരിക്കണം, അതോടൊപ്പം അയാൾ തീർച്ചയായിട്ടും ഒരു കലാകാരനുമായിരിക്കണം. എന്നാലേ മികച്ച കലാപരമായി മേന്മയുള്ള മികച്ച സൃഷ്ടികൾ ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനത്. സമന്വയിച്ചുകൊണ്ട് സിനിമകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു എളിയ കലാകാരനാണെന്ന് ഞാൻ. എന്താ പേര് ഉദ്ദേശിക്കുന്നത്? ഞാനിത് പറയാതെ ഞാൻ പറഞ്ഞു, സാർ എന്തെങ്കിലും ഒരു പേരൊന്ന് നിർദ്ദേശിക്കണമെന്ന് ആലോചിക്കാൻ എന്തിരിക്കുന്നു. സുഹൃതം.